അസ്സലാമു അലൈക്കും. ജലീൽ കണ്ണമംഗലാണ് ജിദ്ദയിൽ നിന്ന്. സൗദിയിൽ വളരെ പോപ്പുലറായ ഒരു ബ്രാൻഡ്, ആ ബ്രാൻഡിന് പിന്നിൽ ഒരു മലയാള തനിമയുള്ള രഹസ്യമുണ്ട്, ഒരു സീക്രട്ട് ഉണ്ട്. അത് പറയാനാണ് ഇന്ന് വന്നിട്ടുള്ളത്. മാസ്കോ എന്ന ഒരു സ്കൂൾ സ്റ്റേഷനറിയിലൊക്കെ വളരെ പോപ്പുലറായ, പ്രത്യേകിച്ച് സൗദി കുട്ടികൾക്കിടയിലൊക്കെ പോപ്പുലറായ ഒരു ബ്രാൻഡാണ് ഈ മാസ്കോ എന്നുള്ള സാധനം. ഒരു പക്ഷേ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, വാങ്ങിയിട്ടുണ്ടാവും. പക്ഷേ എന്താണ് ഈ മാസ്കോ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, മുഹമ്മദ് അലി സ്റ്റേഷനറി കമ്പനി എന്നാണ്. ഈ മുഹമ്മദ് അലി എന്ന് പറയുന്നത് മലയാളി. ആ മലയാളിയെ പരിചയപ്പെടാനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇദ്ദേഹമാണ്. വലിക്ക സ്വാഗതം. അപ്പൊ വലിക്ക, നമ്മള് മാസ്കോയെ പരിചയപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ 10-25 വർഷമായി ഈ മേഖലയിലുണ്ട്. എന്താണ് മാസ്കോ? എങ്ങനെ ഈ മാസ്കോ എന്നുള്ള പേരിലേക്ക് വന്നതുള്ള വിഷയങ്ങളൊന്ന് പറയും. ഞാൻ ഒരു 16 വയസ്സിൽ സൗദി അറേബ്യയിൽ വന്നതാണ്. അന്ന് മുതലേ സ്റ്റേഷനറി ഫീൽഡിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്തത്. അങ്ങനെ അൽബാഹ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നത്. അവിടുന്ന് ജിദ്ദയിൽ വന്നു. ജിദ്ദയിൽ വന്ന് ആ ഫീൽഡിൽ തന്നെ ഹോൾസെയിൽ ബിസിനസ് തുടങ്ങി. അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റിൻ്റെ പേര് ഇടാൻ വേണ്ടിയിട്ട് കുറേ പേര് പരിഗണിച്ച് നമ്മളിങ്ങനെ നോക്കിയപ്പം അത് അങ്ങനെ എൻ്റെ പേര് കൂടി തന്നെ ഒരു മാസ്കോ എന്നുള്ള ഒരു ചുരുക്കിയ ഇതിൽ വന്നു. അങ്ങനെയാണ് ഈ മാസ്കോ ബ്രാൻഡ് എന്നുള്ള ഒരു സംഗതി നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലൂടെയും സഞ്ചരിക്കുകയും ജർമ്മനി, തായ്ലൻഡ്, ഇന്തോനേഷ്യ, മലേഷ്യ, ചൈന ഇവിടെയൊക്കെ പോയി നമ്മൾ മാസ്കോ പ്രൊഡക്റ്റ് ഫാക്ടറികളിൽ പോയിട്ട് അടിച്ച് മാസ്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ പിന്നെ സൗദി ടേസ്റ്റിൽ സൗദികൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് അവിടെ നിന്നും കൊണ്ടുവരികയും തുടങ്ങി. അങ്ങനെയാണ് ഈ മാസ്കോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ടാകുന്നത്. സൗദികൾക്ക് മാത്രമല്ല, വിദേശികൾക്കൊക്കെ. അതായത് ഇപ്പൊ നമ്മളൊക്കെ നാട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് മാസ്കോ, നമ്മൾ നല്ല ബ്രാൻഡ് നോക്കുമ്പോൾ മാസ്കോ സാധാരണ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും ഈ മക്തബുകളിലൊക്കെ കിട്ടുന്ന സാധനമാണത്. അപ്പൊ ഈ സാധനം വാങ്ങുന്ന സമയത്ത് നമുക്കറിയില്ലായിരുന്നു സത്യത്തിൽ ഇതിന് ഒരു മലയാള തനിമ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇതിപ്പോ ഏതാണ്ട് ഈ ഇത്തരം രാജ്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ഇറക്കുന്നുണ്ട്. എത്ര പ്രോഡക്റ്റുകൾ ഉണ്ട് നമ്മളടുത്ത്? ഏകദേശം ഒരു 3000-ഓളം SKU നമ്മളടുത്ത് മാസ്കോ റേഞ്ചിലുണ്ട്. ഈ മാസ്കോ ഓരോ സാധനങ്ങളും കാണിച്ചു തരും ചെയ്യാം. ഈ മാസ്കോ ഓരോ പ്രൊഡക്റ്റ് ഇത് പേനയാണ്. ഈ പേന എന്ന് പറയുന്നത് പിന്നെ ജെൽ പേനയാണ്. ഇപ്പൊ കുട്ടികൾക്കറിയാം. അതേമാതിരി ഇപ്പോ ഒരു പിന്നെ 2 റിയാലിനൊക്കെ കുട്ടികൾക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പേനയാണ്. നല്ല ക്വാളിറ്റിയാണ്, സ്മൂത്ത് റൈറ്റിംഗ് ആണ്. നമ്മുടെ ഓരോ പ്രൊഡക്റ്റും വളരെയധികം ശ്രദ്ധിച്ചുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അതിൽ എറേഴ്സ് കുറവാണ്. നല്ല പിന്നെ കടക്കാർക്കാണ് വെച്ചാൽ വാങ്ങിച്ചാൽ നന്നായിട്ട് അവർക്ക് വിൽക്കാൻ പറ്റും. കുട്ടികൾക്കാണ് വെച്ചാൽ അതേമാതിരി യൂസ് ചെയ്യാനും നല്ല ക്വാളിറ്റി നമ്മൾ നല്ലോണം കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മുടെ സാധനങ്ങൾ പോകുന്നത്. അത് ഈ മാസ്കോയിലെ എല്ലാ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സും നമ്മുടെ അടുത്തുണ്ട്. ഓഫീസ് പ്രൊഡക്ട്സ് ഉണ്ട്, സ്കൂൾ പ്രൊഡക്ട്സ് ഉണ്ട്. ഇതിപ്പോ ബൈൻഡിങ് ക്ലിപ്സ് ആണ്. അതേമാതിരി ഇത് ഓഫീസ് പിന്നാണ്. അതേമാതിരി ഇത് കുട്ടികൾ ഉപയോഗിക്കുന്ന സ്റ്റിക്കി നോട്ട്സുകളാണ്. ഇപ്പോഴത്തെ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആണ്, സ്റ്റിക്കി നോട്ട്സുകളാണ്. അതേമാതിരി സ്കൂൾ സ്റ്റേഷനറി ആൻഡ് ഓഫീസ് സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഒരുവിധം എല്ലാം 3000-ലധികം പ്രോഡക്റ്റുകൾ. ഇതിലിപ്പോ പ്രത്യേകിച്ച് പറയാനുള്ള ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് ജിദ്ദയിലെ ലെമറിഡിയൻ ഹോട്ടലിലാണ്. ഇവിടെ അവരുടെ ഒരു എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസത്തെ എക്സിബിഷന് അല്ലെ, അവരുടെ എല്ലാ പ്രോഡക്റ്റുകളും അവർ ക്ലയൻസിന്, ഹോൾസെയിലേഴ്സിന് കേട്ടോ, ഇങ്ങോട്ട് ഹോൾസെയിൽ കച്ചവടക്കാർക്ക് അവർക്ക് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഫയലിംഗ് പ്രൊഡക്ട്സ് ആണ്. ഫയൽസ്, സ്കൂളുകൾക്ക് ആവശ്യമായ ഫയൽസ്, ഓഫീസുകൾക്ക് ആവശ്യമായ ഫയൽസ്, അതേമാതിരി സ്കൂളുകൾക്ക് ആവശ്യമായ നോട്ട് ബുക്സ്, ഇതൊക്കെ നമ്മളുടെ അടുത്തൊരു വലിയ റേഞ്ച് തന്നെ ഉണ്ട് ഈ കാര്യത്തിൽ. അതേമാതിരി ഇപ്പോൾ ഇവരൊക്കെ ഈ കസ്റ്റമറൊക്കെ ഇവർ തെബൂക്കെന്നും ഹായിൽ നിന്നും ഓരോ സ്ഥലത്തു നിന്നും വന്നിട്ടാണ് ഈ കസ്റ്റമറൊക്കെ എഴുതുന്നത്. ഇതിപ്പോ ഒരു ഉദാഹരണത്തിന് ഒരു പിന്നെ എക്സ്പാൻഡിങ് ഫയൽ എന്ന് പറയും. ഈ എക്സ്പാൻഡിങ് ഫയല് ഡോക്യുമെന്റ് എടുക്കാനും പറ്റും. സ്കൂൾക്ക് കുട്ടികൾക്ക്, യൂണിവേഴ്സിറ്റി കുട്ടികൾക്ക് പിന്നെ ഇത് കൈ പിടിച്ചിട്ട് ഒരു ബാഗായിട്ട് കൊണ്ടുപോകാനും പറ്റും. അവരുടെ എല്ലാ സാധനങ്ങളും വെച്ച് വെക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. അപ്പൊ ഇതേമാതിരി വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹോൾസെയിൽ സാധനം ഇവിടെ എനിക്ക് തോന്നുന്നു ഡിസ്കൗണ്ടുകളൊക്കെ ഉണ്ട്. ഇന്ന് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളുണ്ട്. ഇന്ന് വാങ്ങിക്കുന്നവർക്ക് നമ്മള് പിന്നെ 50,000 വാങ്ങിക്കുന്നവന് ഒരു LCD, 1 ലക്ഷം വാങ്ങിക്കുന്നവന് ഫ്രിഡ്ജ്, 1.5 ലക്ഷം മേടിക്കുന്നവന്
വന്ന ടീമിന് നമ്മൾ ഒരു പിന്നെ സാംസങ്ങിന്റെ S24 2 ലക്ഷം വാങ്ങിക്കുന്നവന് ഐഫോണിന്റെ ഏറ്റവും പിന്നെ 15 പ്രോ ഇതൊക്കെ നമ്മൾ പ്രാവശ്യമായിട്ട് നമ്മൾ ഇവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇന്ന് ഇവിടുന്ന് ഏത് സാധനം പിന്നെ സെലക്റ്റഡ് സാധനങ്ങൾക്ക് 15% ഡിസ്കൗണ്ടും വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഇത്ര ഒരു വർഷത്തിൽ എനിക്ക് തോന്നുന്നത് 50 മില്യൺ റിയാലിന്റെ മേലെ ബിസിനസ് ചെയ്യുന്ന ടീമാണ്. ചെറിയ പരിപാടിയല്ല. അപ്പോൾ ഇത് പിന്നെ ഇതിപ്പോ കൊഡാക്ക് പ്രൊഡക്ട്സ് ആണ്. കൊഡാക്കിന്റെ ഫോട്ടോ പേപ്പർ. അപ്പൊ ഈ മാസ്കോക്ക് നിങ്ങളുടെ സ്വന്തം ഈ ബ്രാൻഡിന് പുറമെ നിങ്ങൾ ഇപ്പോ പ്രധാനപ്പെട്ട കങ്കാരു നമ്മൾ ചെയ്യുന്നുണ്ട്, ഡോംസ് നമ്മൾ ചെയ്യുന്നുണ്ട്, ഫ്ലെയർ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ ബ്രാൻഡ് തന്നെ നമ്മൾക്ക് കോങ്കോഡ്, മാസ്കോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മളുടെ ബ്രാൻഡുണ്ട്. യൂണിമാക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അതേമാതിരി തന്നെ നമ്മളടുത്ത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബാഗ്സ്, കംപ്ലീറ്റ് റേഞ്ച് സ്കൂൾ ബാഗ്സ് ഉണ്ട്, നോട്ട് ബുക്സ് ഉണ്ട്. എല്ലാ സാധനങ്ങളും കുട്ടികൾക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ സൗദിയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇത് വിതരണം ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾക്ക് ജിദ്ദയിലെ ബ്രാഞ്ച് ഉണ്ട്. അതേമാതിരി ഹെഡ് ഓഫീസ് ജിദ്ദയിലാണ്, ജിദ്ദയിലാണ്. ഷാര സബീനിലാണ്, പലസ്തീൻ റോഡിനടുത്തായിട്ട് ഷാര സബീനിലാണ് ഒരു മക്തബ സ്റ്റേഷനറികളുടെ ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട്. അതിലാണ് നമ്മളുടെ സ്ഥിതി ചെയ്യുന്നത്. അതേമാതിരി തന്നെ നമ്മൾക്ക് റിയാദിലുണ്ട്. റിയാദിൽ ഷാര ലത്തായിഫിലാണ്. ദമ്മാമില് അദാമിയിലാണ് നമ്മളുടെ പിന്നെ ഷോപ്പുകൾ. ഔട്ട് ഓഫ് സൗദിയിൽ നമ്മൾക്ക് പിന്നെ ഒമാനിലുണ്ട്. ബഹ്റൈനിൽ നമ്മൾക്ക് നമ്മളുടെ കോപ്പറേറ്റീവ് ബ്രാഞ്ചുകളുണ്ട്. പിന്നെ യുഎഇയിൽ നമ്മൾക്ക് ഹോൾസെയിൽ ബിസിനസ് ഉണ്ട്. പിന്നെ അത് പിന്നെ മറ്റുള്ള സ്ഥലങ്ങളും കൂടി തന്നെ എക്സ്പാൻഷനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഏതായാലും മാഷാ അല്ലാ 25 വർഷത്തിലധികമായിട്ട് ഈ മാസ്കോ എന്നുള്ള ബ്രാൻഡ് സൗദികൾക്കിടയിലേക്ക് വളരെ പോപ്പുലറായ സ്കൂൾ ആൻഡ് ഓഫീസ് സ്റ്റേഷനറി സാധനങ്ങൾ 3000-ലധികം പ്രോഡക്റ്റുകൾ. ഇത് ഒരു മലയാളിയുടേതാണ്. മാസ്കോ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അലി സ്റ്റേഷനറി കമ്പനിയാണ് എന്നുള്ളതൊക്കെ ഒരുവിധ ആളുകൾക്കൊന്നും അറിയില്ല. ഏതായാലും നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് എന്നത് യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും അത് ദീർഘകാലം ഒരു പ്രോഡക്റ്റ് നിലനിൽക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഹബീബി.